1221 ഇറ്റലിയിൽ ജനിച്ച ബൊനവെന്തൂരയ്ക്ക് ചെറുപ്പത്തിൽ കഠിനമായ ഒരു രോഗം പിടിപെടുകയും വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ പ്രാർത്ഥനകളുടെ ഫലമായി അവൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുകയുമായിരുന്നു. 22-ാം വയസ്സിൽ ബൊനവെന്തൂര റോമായിൽ വെച്ച് ഫ്രാൻസിസ്കൻ സഭാവസ്ത്രം സ്വീകരിക്കുകയും തത്വശാസ്ത്രത്തിലും ദൈവശാസ്ത്രത്തിലും അഗാധ പാണ്ഡിത്യം നേടുകയും ചെയ്തു. 35-ാം വയസ്സിൽ ഫ്രാൻസിസ്കൻ സഭയുടെ ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം ശൈശവദിശയിലായിരുന്ന സഭയെ ഏകീകരിക്കുവാനും ഒന്നിപ്പിക്കുവാനും അക്ഷീണ യത്നങ്ങൾ നടത്തി. ഈശോയുടെ ദാരിദ്ര്യമെന്ന ഗ്രന്ഥവും വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവചരിത്രവും രചിച്ച അദ്ദേഹത്തിൻ്റെ പ്രവർത്തികളിൽ എളിമയും സ്നേഹവും ലാളിത്യവും വിളങ്ങി നിന്നിരുന്നു. സൂക്ഷ്മബുദ്ധിയുള്ള പണ്ഡിതനും ശക്തനായ സുവിശേഷകനും ജ്ഞാനതൃഷ്ണയുള്ള അധ്യാപകനും ദൈവസ്നേഹത്താൽ ജ്വലിച്ചിരുന്നവനുമായ ബൊനവെന്തൂര ദൈവദൂതനെ പോലെയുള്ള അധ്യാപകനെന്നും അറിയപ്പെട്ടിരുന്നു. ഗ്രീക്ക് ലത്തീൻ സഭകളുടെ ഐക്യം ലക്ഷ്യമിട്ടുള്ള ലയോൺ സൂനഹദോസിനിടയിൽ 53-ാം വയസ്സിൽ വിശുദ്ധ ബൊനവെന്തൂര ഇഹലോകവാസം വെടിഞ്ഞു.